ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കടക്കുന്നത്. ബംഗളൂരു കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ഭാരതി ബസ്സിൽ ഡ്രൈവർ മദ്യപിച്ചാണ് വണ്ടി ഓടിച്ചത്. ഡ്രൈവർ ബസ് ഓടിച്ചത് മദ്യലഹരിയിൽ. ചോദ്യം ചെയ്ത യുവാവിന് നേരെ ഭീഷണി ഉയർന്നിരിക്കുന്നു. പരാതിപ്പെട്ടപ്പോൾ എല്ലാവരെയും ബസ് ഇടിച്ച് കൊല്ലുമെന്നാണ് ഡ്രൈവറുടെ ഭീഷണി. ഡ്രൈവർ മദ്യലഹരിയിലാണെങ്കിൽ ബസ്സിലെ ക്ലീനർ ആണെങ്കിൽ മദ്യലഹരിയിൽ ഡ്രൈവറുടെ ക്യാബിനിൽ കിടന്നുറങ്ങുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. യാത്രക്കാരാണ് ഈ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ ഫോണിൽ പകർത്തി ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രദർശിപ്പിച്ചത്. എന്തായാലും ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം ഒന്ന് കടക്കാം. என்ன ப்ராப்ளம்? வண்டி ஆஃப் ஆக்கு. நான் வரேன் தெரியுமா உனக்கு? வண்டி ஆஃப் பண்ணிடு. ஏய் இங்க பசங்க எல்லாரும் இருக்கீங்க, ஃபேமிலி எல்லாம் இருக்கு. அது ஓகேங்க. வண்டி ஆஃப் பண்ணிடுடா. ஒரு ப்ராப்ளம் இல்லையே. என்ன ப்ராப்ளம்? வண்டி கொஞ்சம் என்ன ப்ராப்ளம்? வண்டி கொஞ்சம் ஆஃப் பண்ணிடு. என்ன ப்ராப்ளம்? ஒரு 5 நிமிஷம் என்ன ப்ராப்ளம்? ஆளு புடிச்சா ഞാനീ പറഞ്ഞ ബസ്സിലെ ഒരു പാസഞ്ചർ ആയിരുന്നു. 24th ഈവനിങ് സുൽത്താൻ ബത്തേരിയിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് ആയിരുന്നു ഞാൻ ടിക്കറ്റ് എടുത്തിരുന്നത്. സംഭവം നടന്നത് മൈസൂർ എത്തിയതിൻ്റെ ശേഷം ഞാൻ വണ്ടി ഹൈവേയിൽ കയറിയപ്പം വണ്ടി ഒരു ഭയങ്കര കൺട്രോൾ ഇല്ലാതെ പോകുന്നത് ശ്രദ്ധിച്ചപ്പോൾ ഞാൻ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ആയിട്ട് ഇങ്ങനെ ട്രാക്ക് മാറി ഇങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ ഞാൻ ഡ്രൈവറോട് പോയി ചോദിച്ചു, ചേട്ടാ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ വണ്ടിക്ക്? വണ്ടി ഒരു കൺട്രോൾ ഇല്ലാതെ പോകുന്നുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞില്ല, പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ പോയിക്കോളൂ, കിടന്ന് ഉറങ്ങിക്കോളൂ. എനിക്ക് പുള്ളിൻ്റെ സംസാരം കേട്ടപ്പോൾ ഭയങ്കരമായിട്ടൊരു ഡൗട്ട്, പുള്ളി കുടിച്ചിട്ടുണ്ടോ എന്നുള്ളത്. അങ്ങനെ ഞാൻ ചോദിച്ചു, ചേട്ടാ കുടിച്ചിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇല്ല, ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല, നിങ്ങൾ ഉള്ളിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോകുന്ന വഴിക്ക് ഞാൻ ലെഫ്റ്റ് സൈഡിൽ ഒരു ബോട്ടിലും ഗ്ലാസും കണ്ടപ്പോൾ എനിക്ക് കൺഫേം ആയി പുള്ളി ഡ്രങ്കാന്നുള്ള കാര്യത്തിൽ. അങ്ങനെ ഞാൻ പറഞ്ഞു, നിങ്ങൾ എത്രയും പെട്ടെന്ന് വണ്ടി നിർത്തൂ, ശരിയാവില്ല, നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞപ്പോൾ പുള്ളി നിർത്താൻ കൂട്ടാക്കിയില്ല. അങ്ങനെ ഞാൻ ഷൗട്ട് ചെയ്തു, എത്രയും പെട്ടെന്ന് നിങ്ങൾ വണ്ടി നിർത്താമെന്ന് ഷൗട്ട് ചെയ്തു. അപ്പം ബാക്കിയുള്ള പാസഞ്ചേഴ്സൊക്കെ വന്ന് എന്താ പ്രശ്നം എന്ന് ചോദിച്ചിട്ട്, നല്ലോണം കൺട്രോൾ പോയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്, ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ക്രാഷ് ആയി പോകും, എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരും എന്ന് പറഞ്ഞാൽ ഞാൻ വണ്ടി ക്രാഷ് ചെയ്യാൻ പോവാണ്, എത്രയും ഇനി ആരും രക്ഷപ്പെടണ്ട, ഞാൻ വണ്ടി താഴെ കിടാൻ പോകണ്ട്, വണ്ടി സ്റ്റിയറിംഗ് അങ്ങോട്ട് തിരിച്ച് ഫുള്ള് കൺട്രോൾ അങ്ങോട്ട് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ഉള്ളിലേക്ക് പോവാം, നമ്മളിവിടെ നിന്നുണ്ടെങ്കിൽ പുള്ളി ഇനിയും ഇതേപോലെ എന്തെങ്കിലും കാണിക്കും, നമുക്ക് ഉള്ളിൽ പോയിട്ട് ഒരു 5 കിലോമീറ്ററിനുള്ളിൽ ഒരു ടോൾ ഗേറ്റ് വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് ഈ വണ്ടി സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ കയറി പിടിക്കാമെന്ന് പറഞ്ഞു. അവിടെ എത്തിയപ്പം ഈ പുള്ളിനെ ചാടി കയറി പിടിച്ച് വണ്ടി സ്ലോ ഡൗൺ, വണ്ടി അവിടുന്ന് ഫ്രണ്ടിലേക്ക് പാർക്ക് ചെയ്യിപ്പിച്ച് ഇറങ്ങിയപ്പോൾ തന്നെ പുള്ളി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ഏകദേശം ഒരു ഹാഫ് ബോട്ടിൽ ലിക്കർ ഉണ്ടായിരുന്നു സീറ്റിൻ്റെ അടിയിൽ, അതും എടുത്തിട്ട് പുള്ളി ഡ്രൈവർ ഇറങ്ങി ഓടി. വിവരങ്ങളുമായി അഭിനവ് ചിറക്കലാണ് ചേരുന്നത്. അഭിനവ്, എന്തൊക്കെയാണ് ഈ നടക്കുന്നത്? ബസ് ഡ്രൈവറിന്റെ ഒരു ഇതാണ് കാണുന്നത്, മദ്യപിച്ചിട്ട് വണ്ടി ഓടിക്കുകയാണ്. യാത്രക്കാർ ചോദ്യം ചോദിച്ചിട്ടും നിർത്താതെ വണ്ടി ഓടിക്കുന്നതാണ് നിലവിൽ കാണാൻ കഴിഞ്ഞത്. ബസ്സിലെ ക്ലീനർ ആണെങ്കിൽ മദ്യപിച്ച് ബോധം കെട്ട് ലക്കില്ലാതെ ഉറങ്ങുന്ന ഒരു കാഴ്ച കൂടി കാണുന്നുണ്ട്. എന്നാലും യാത്രക്കാരുടെ കൃത്യമായ ഇടപെടലിനെ തുടർന്ന് വണ്ടി നിർത്തി എന്നതാണ് അറിയാൻ കഴിഞ്ഞത്. വലിയൊരു അപകടം തന്നെയാണ് ഒഴിവായത്, ഇല്ലേ അഭിന? തീർച്ചയായും ചെയ്യുന്നത് ഏറെ ഗൗരവകരമായ ഒരു വിഷയം തന്നെയാണ് ഇത്. കഴിഞ്ഞ 24-ന് നമുക്കറിയാം, നേരത്തെ തൊട്ടു മുൻപ് സംസാരിച്ചത് ഈ ഒരു ദൃശ്യം പകർത്തിയ സനോബറാണ്, അതായത് ഈ യാത്രക്കാരനാണ് അഹമ്മദ് സനോബർ. ഇദ്ദേഹം മാനന്തവാടിയിൽ നിന്ന് സുൽത്താൻ ബത്തേരിയിൽ നിന്നും മൈസൂരിലേക്ക് പോകുന്ന വഴിയാണ് ഈ ഒരു ദുരനുഭവം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ അദ്ദേഹം കാണിച്ചിരിക്കുന്നത്, നമുക്കറിയാം ഈ ഒരു ബസ്സിനകത്ത് നിരവധി യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. ഈ യാത്രക്കാരും തന്നെ ആ ഒരു സമയത്ത് നമുക്കറിയാം വൈകുന്നേരമാണ്, ആ ഒരു സമയങ്ങളിലെല്ലാം തന്നെ ക്ഷീണിതരായിരിക്കുന്ന ആളുകളായിരിക്കും, ഒരു പക്ഷേ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. ആ സമയത്താണ് സനോബർ ഈ വാഹനം വലതും അതുപോലെ തന്നെ ഇടതുവശത്തേക്കും ചെരിഞ്ഞു പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് സനോബർ ഡ്രൈവറോട് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ആദ്യം ചോദിക്കുകയും പിന്നീടാണ് ഈ യാത്രക്കാരനായ സനോബറിന് സംശയം തോന്നി വീണ്ടും ഡ്രൈവറോട് ചോദിക്കുകയും പിന്നീടാണ് ഈ ഒരു മദ്യക്കുപ്പികളും അതുപോലെ തന്നെ ഗ്ലാസുകളും ഈ ബസ്സിനകത്ത് കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സമയത്താണ് സനോബർ ഇത് ചോദ്യം ചെയ്തത്. പക്ഷേ ഈ ചോദ്യം ചെയ്തത് ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം
വലിയ രീതിയിൽ പ്രകോപിതനാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും മറ്റൊരു കാര്യം വ്യക്തമാകുന്നത് ഇത്രയേറെ ബഹളം ഉണ്ടായിട്ട് പോലും ഈ ഡ്രൈവറുടെ ക്യാബിനിൽ കിടന്നുറങ്ങുന്ന മറ്റൊരാൾ, ഈ ക്ലീനർ ആയിരിക്കാം, ഒരുപക്ഷെ ഡ്രൈവർ ആയിരിക്കാം, ഇദ്ദേഹം ഇത്രയും ബഹളം ഉണ്ടായിട്ട് പോലും എണീക്കുക പോലും ചെയ്യുന്നില്ല. അതിന്റെ ആ ഒരു ഇക്കാര്യത്തിൽ നമുക്ക് വ്യക്തമാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത്ര അധികം മതോന്മതനായി കിടക്കുകയാണ്. അതായത് ആ ഒരു ബഹളം പോലും അദ്ദേഹത്തിന് അറിയാൻ പറ്റുന്നില്ല എന്നുള്ളത്. അത്രയധികം വെള്ളം ഈ ഒരു മദ്യം ലഹരി നുകർന്നിട്ടാണ് അദ്ദേഹം ആ ഒരു കിടപ്പ് കിടക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എങ്കിൽ പോലും ഡ്രൈവറും ഈ പറയുന്നത് പോലെ മദ്യപിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് കൂടാതെ തന്നെ ഇനിയും കൂടുതൽ ആളുകൾ ചോദ്യം ചെയ്താൽ ഒരുപക്ഷെ താൻ ഈ വാഹനവുമായി ഒരുപക്ഷെ മറ്റൊരെന്തെങ്കിലും അപകടാവസ്ഥയിലേക്ക് എത്തിക്കും എന്നുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. തുടർന്നാണ് ഈ യാത്രക്കാർ മറ്റൊരു ടോളിനടുത്ത് എത്തുമ്പോൾ ഡ്രൈവറെ പിടികൂടാം, എന്നിട്ട് മറ്റ് നടപടികളിലേക്ക് നീങ്ങാം എന്നുള്ളൊരു കാര്യം ഈ യാത്രക്കാരൻ തീരുമാനിക്കുന്നത്. ഇതേ തുടർന്നാണ് ടോളിനടുത്ത് എത്തിയപ്പോഴാണ് ഡ്രൈവറെ പിടികൂടുകയും ഈ ഒരു ദൃശ്യമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഈ ഒരു ദൃശ്യത്തിൽ വളരെ കൃത്യമായി തന്നെ നൽകുന്നുണ്ട്. അതായത് ഈ ഡ്രൈവറെ പിടികൂടുന്നതും തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി മറ്റ് നടപടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് കൃത്യമായി നടപടി ഉണ്ടാവുക, എന്നാൽ RTOന്റെ കൃത്യമായ ഒരു നടപടി ഉണ്ടാവുക എന്നുള്ളതാണ്. നമുക്ക് ലഭ്യമാകുന്ന ഒരു വിവരം അനുസരിച്ച് ഈ ഒരു വാഹനം തമിഴ്നാട് കർണാടക ഒരു രജിസ്ട്രേഷൻ നമ്പറാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് കൃത്യമായ നടപടികൾ ഉണ്ടാക്കേണ്ടത് ഒരു പക്ഷേ ഈ ഒരു കർണാടക തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള ഭാഗങ്ങളിൽ നിന്നായിരിക്കും. അതുകൊണ്ട് തന്നെ കൃത്യമായൊരു നടപടി ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് കരുതാൻ സാധിക്കുന്നത്. കാരണം ഇത്രയധികം വളരെ ഗൗരവകരമായ ഒരു വിഷയം തന്നെയാണ്. നിരവധി യാത്രക്കാർ ഒരുപക്ഷെ വലിയൊരു അപകടം തന്നെ ഉണ്ടായേക്കാവുന്ന ഒരു സംഭവമാണ്. പക്ഷേ സംയോജിതമായ ഇടപെടൽ കാരണമാണ് ഇത്രയും ആളുകൾ വളരെ സുരക്ഷിതമായി വീടുകളിലേക്ക് എത്തിച്ചേർന്നത് എന്നുള്ളതാണ്. അറിയുക. ശരി അഭിന, വ്യക്തമാണ്. എന്തായാലും യാത്രക്കാരുടെ കൃത്യമായ രീതിയിലുള്ള ഇടപെടലിനെ തുടർന്ന് വലിയൊരു അപകടം തന്നെ ഒഴിവായി എന്ന് പറയണം. എന്തായാലും മദ്യപിച്ചിട്ടുണ്ട് എന്നൊരു കാര്യം ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കൂട്ടത്തിൽ ക്യാബിനിൽ കിടന്നുറങ്ങുന്ന ക്ലീനർ പോലും ഇത് അറിഞ്ഞിട്ടില്ല എന്നതാണ്. ഈ വിഷയം നടക്കുന്നതൊന്നും അറിയാതെ കിടന്ന് ഉറങ്ങുന്ന ഒരു ക്ലീനറെയും കാണാം. എന്തായാലും ആർക്കും അപകടങ്ങളൊന്നും പറ്റാതെ സുരക്ഷിതമായി രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. വിവരങ്ങൾ പങ്കുവച്ചത് അഭിന പി ചിറക്കലാണ്.